നമസ്കാരം. നമ്മളിന്ന് ഒരു പുതിയ എപ്പിസോഡിലൂടെ നമ്മുടെ വിശുദ്ധനാട് തീർത്ഥാടനം തുടരുകയാണ്. കഴിഞ്ഞ ചില എപ്പിസോഡുകളിലൂടെ ഒലിവുമലയുടെ താഴ്വാരത്തുള്ള ദേവാലയങ്ങളിലൂടെയും ഗത്സമൻ തോട്ടത്തിലൂടെയും ഒക്കെ നമ്മൾ തീർത്ഥാടനം നടത്തി. ഇനി നമ്മൾ ഒലിവുമലയുടെ മുകളിലേക്ക് കയറുകയാണ്. ഒലിവുമലയുടെ ഏകദേശം മധ്യഭാഗത്തുള്ള ഒരു ഫ്രാൻസിസ്കൻ ദേവാലയത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ ആ ഓർമ്മകളൊക്കെയുള്ള ബസിലിക്ക ഓഫ് ദി ആഗണിയൊക്കെ കടന്ന് നമ്മളിങ്ങനെ ഈ ഒരു വഴി ഇങ്ങനെ ഒലിവുമലയിലൂടെ നടന്നു കയറുമ്പോൾ നമ്മുടെ വലത്തുവശത്ത് പരമ്പരാഗതമായ യഹൂദ സിമിത്തേരിയാണ്. ഈ പ്രദേശം ഇസ്രായേൽ ജനം സ്വന്തമാക്കുന്നതിന് മുൻപ് ഇവിടെ താമസിച്ചിരുന്ന കാനാൻകാരുടെ കാലം മുതൽ തന്നെ ഈ ഒലിവുമലയിലൊക്കെ മൃതസംസ്കാരത്തിന് അവർ ഉപയോഗിച്ചിരുന്നതിൻ്റെ സൂചനകളൊക്കെ ഒത്തിരിയുണ്ട്. നമ്മളിന്ന് കടന്നു ചെല്ലുന്ന ഈ ഒരു ദേവാലയത്തിൻ്റെ പേര് ദോമിനൂസ് ഫ്ലേവിത്ത് എന്നാണ്. അത് ലത്തീൻ ഭാഷയിലുള്ളൊരു പേരാണ്. ദോമിനോസ് എന്നാൽ കർത്താവ് എന്നും ഫ്ലേവിത്ത് എന്ന് പറഞ്ഞാൽ കരഞ്ഞു എന്നുമാണ്. അപ്പോൾ ദോമിനോസ് ഫ്ലേവിത്ത് എന്ന പേരിൻ്റെ അർത്ഥം കർത്താവ് കരഞ്ഞു എന്നാണ്. കർത്താവ് കരഞ്ഞു എന്നൊരു വാചകം ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും ചെറിയ വാക്യമാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. അത് യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുൻപ് ഈശോ ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കണ്ണീർ വാർത്ത ആ സംഭവമാണ്. എന്നാൽ ദോമിനോസ് ഫ്ലേവിത്ത് എന്ന ഈ ഒരു ദേവാലയം ആ ഒരു സംഭവത്തെ സൂചിപ്പിക്കുന്നതല്ല. ജെറൂസലേമിലേക്കുള്ള ഈശോയുടെ രാജകീയ പ്രവേശനത്തിൻ്റെ സമയത്ത് ഈ മലയിറങ്ങി വരുമ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഈശോ ജെറൂസലേം ദേവാലയത്തെയും ജെറൂസലേം നഗരത്തെയും നോക്കി വിലപിക്കുന്ന ഒരു ഭാഗമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ആ ഒരു ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഒരു ദേവാലയമാണിത്. അതുകൊണ്ട് തന്നെ ഈ ദേവാലയം നിർമ്മിച്ച അന്റോണിയോ ബെർലൂസി എന്ന ശില്പി ഈ ദേവാലയത്തിന് ഒരു കണ്ണുനീർ തുള്ളിയുടെ ആകൃതിയാണ് നൽകിയിരിക്കുന്നത്. ബസിലിക്ക ഓഫ് ദി ആഗണിയൊക്കെ നിർമ്മിച്ചതും ഇതേ ഇറ്റാലിയൻ ശില്പി തന്നെയാണ്. നമ്മൾ ഈ ദേവാലയത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മുടെ വലത്തുവശത്ത് 2 ചെറിയ ഗുഹകൾ കാണാം. ആ ഗുഹകളിൽ ഈശോയുടെയൊക്കെ കാലഘട്ടത്തിന് മുൻപ് യഹൂദരെ അടക്കിയിരുന്നതും ഈശോയുടെയൊക്കെ കാലഘട്ടം തൊട്ട് ബൈസന്റൈൻ കാലഘട്ടം വരെയൊക്കെ യഹൂദ ക്രൈസ്തവരെ അടക്കിയിരുന്നതുമായിട്ടുള്ള കല്ലറകളുടെ ഒസ്വാരി എന്ന് പറയുന്ന കല്ലുകൊണ്ടുള്ള ചെറിയ പെട്ടികളുണ്ട്, ബോക്സുകൾ. മൃതസംസ്കാരത്തിന് ശേഷം ഏകദേശം 1 വർഷം കഴിഞ്ഞ് മാംസമൊക്കെ അഴുകി കഴിയുമ്പോൾ അസ്ഥികൾ ഈ ഒരു പെട്ടിയിലേക്ക് മാറ്റിയാണ് സൂക്ഷിക്കുന്നത്. ബാബിലോൺ അടിമത്തമൊക്കെ കഴിഞ്ഞ് യഹൂദർ തുറന്നു വന്നിരുന്ന ഒരു മൃതസംസ്കാര രീതിയാണത്. അതേ രീതി തന്നെ ആദ്യ കാലഘട്ടങ്ങളിലുള്ള യഹൂദ ക്രൈസ്തവരും പിന്തുടർന്നിരുന്നു. അതിനുപയോഗിച്ചിരുന്ന ആ ഒസ്വാരി എന്ന് പറയുന്ന ആ പെട്ടികളും ആ ഗുഹയുടെ ഭാഗങ്ങളും ഒക്കെ നമുക്ക് ഈ പ്രദേശത്ത് കാണാം. അതുകൊണ്ട് തന്നെ ഒലിവുമലയുടെ ഈ ഭാഗങ്ങളെല്ലാം ഈശോയുടെ കാലത്തിന് മുമ്പും ഈശോയുടെ കാലഘട്ടത്തിലും അതിനുശേഷവും ഒക്കെ മൃതസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്നു എന്നതിൻ്റെ സാക്ഷ്യങ്ങളാണിതൊക്കെ. ദേവാലയത്തിന് നേരെ നടക്കുമ്പോൾ അതിൻ്റെ പ്രവേശന കവാടത്തിനരികിലായി ബൈസന്റൈൻ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആ ദേവാലയത്തിൻ്റെ ശേഷിപ്പുകളുമൊക്കെ നമുക്ക് കാണാം. ആ ഒരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന തൂണുകളും നിലത്ത് വിരിച്ചിട്ടുള്ള മൊസൈക്കിൻ്റെയും ഒക്കെ ബാക്കി ഭാഗങ്ങളിൽ ഇന്നും ഈ ദേവാലയത്തോട് ചേർന്നുണ്ട്. നമ്മൾ പ്രവേശിക്കുന്ന ഈ ഒരു ദേവാലയം വളരെ ചെറുതാണെങ്കിലും ഇതിനകത്ത് നിന്ന് ടെമ്പിൾ മൗണ്ടിലേക്കുള്ള ആ ഒരു കാഴ്ച വളരെ സുന്ദരമാണ്. ഈ ദേവാലയത്തിൻ്റെ അൾത്താരയുടെ പുറകിലുള്ള ചില്ലിലൂടെ ടെമ്പിൾ മൗണ്ടിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇന്ന് ഡോം ഓഫ് ദ റോക്ക് കാണാം. അന്ന് ഈശോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവുക ആ ജെറുസലേം ദേവാലയവും അതിൻ്റെ പുറകിലുള്ള നഗരവുമായിരിക്കും. അവിടെ കൂടെ നടന്നു നീങ്ങുന്ന ആളുകളെയും കച്ചവടക്കാരെയും സ്ത്രീകളെയും കുട്ടികളെയും അവരുടെ വീടുകളുമെല്ലാം കണ്ട് ഈശോ വിലപിച്ചിട്ടുണ്ടാകണം, അവർക്ക് വരാനിരിക്കുന്ന നാശത്തെ ഓർത്ത്. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങളിലാണ് നമ്മൾ ഈ ഒരു ഭാഗം കൃത്യമായിട്ട് കാണുന്നത്. അവൻ പട്ടണത്തോടടുത്ത് ഒലിവുമലയുടെ ചെരുവിന് സമീപത്തെത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം,
അത്യുന്നതങ്ങളിൽ മഹത്വം എന്നവർ ആർത്തു വിളിച്ചു. തുടർന്ന് 41 തിരുവചനം മുതൽ അവൻ അടുത്തു വന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞു, സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ. എന്നാൽ അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയമടിച്ച് നിന്നെ വളയുകയും എല്ലാ ഭാഗത്തും നിന്ന് നിന്നെ ഞെരുക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരും. നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല. ദൈവപുത്രനായ ഈശോയെ തിരിച്ചറിഞ്ഞ് അവനെ സ്വീകരിക്കാൻ ഈ ജനത്തിന് സാധിക്കാതിരുന്നതുകൊണ്ട് അവർക്ക് വരാനിരിക്കുന്ന ഒരു നാശത്തെ ഓർത്ത് ഈശോ വിലപിക്കുന്നൊരു രംഗമാണിത്. ഇതിന് സമാനമായിട്ടുള്ള മറ്റൊരു ഭാഗം കൂടിയുണ്ട്. ലൂക്കായുടെ സുവിശേഷം 13 അധ്യായത്തിൽ 34 തിരുവചനം. ജെറൂസലേം, ജെറൂസലേം, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴ് ചേർത്ത് നിർത്തുന്നത് പോലെ നിന്റെ സന്താനങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നതിന് ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങൾ സമ്മതിച്ചില്ല. ഈ ഒരു വചനം അൾത്താരയുടെ താഴെഭാഗത്ത് മുന്നിലായി അതിൻ്റെ ഒരു ചിത്രവും ആ എഴുത്തും നമുക്ക് കാണാം. ഒരു പിടക്കോഴി കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തുന്ന മൊസൈക്ക് കൊണ്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം. ചിതറിപ്പോയ തൻ്റെ ജനത്തെ ഒരുമിച്ച് കൂട്ടാൻ ആഗ്രഹിച്ച ദൈവത്തിൻ്റെ പ്രതീകമാണ് ഈ ഒരു പിടക്കോഴി. അതിനുവേണ്ടിയാണ് ഈശോയെ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത്. എന്നാൽ അവനെ സ്വീകരിക്കാൻ, അവനോട് ചേർന്ന് നിൽക്കാൻ, അവനെ അനുസരിക്കാൻ ആ ജനത്തിന് സാധിച്ചില്ല. പിന്നീട് ഈശോയുടെ മരണവും ഉത്ഥാനവും ഒക്കെ കഴിഞ്ഞ് AD 70 ആകുമ്പോഴേക്കും ഈശോ അന്ന് നടത്തിയ ആ പ്രവചനം പോലെ ഈ ദേവാലയവും ആ നഗരവും കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത തരത്തിൽ റോമൻ സൈന്യത്താൽ നശിപ്പിക്കപ്പെടുന്നു. ഇവിടെ നിന്ന് ഓശാനയുടെ ആ ദിവസം തലയുയർത്തി ദേവാലയത്തിലേക്ക് നോക്കിയപ്പോൾ ആ നാശത്തിൻ്റെ രംഗങ്ങൾ ഈശോ കൺമുൻപിൽ കണ്ടിട്ടുണ്ടാകും. ആ പ്രവചനമാണ് ഈശോ നടത്തുന്നത്. ഏകദേശം 5-ാം നൂറ്റാണ്ടിലാണ് ഇവിടുത്തെ ബൈസന്റൈൻ ദേവാലയവും അതിനോട് ചേർന്നുള്ള അവരുടെ ഒരു ആശ്രമവും ഒക്കെ സ്ഥാപിക്കപ്പെടുന്നത്. നമ്മൾ ഈ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പ്രവേശന കവാടത്തോട് ചേർന്ന് ആ പഴയ ബൈസന്റൈൻ ദേവാലയത്തിൻ്റെ ശേഷിപ്പുകളും ഒക്കെ കണ്ടു. 1-2 തൂണുകളും തറയിൽ പതിപ്പിച്ച മൊസൈക്കിൻ്റെയും ഒക്കെ അവശേഷിപ്പുകൾ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ദേവാലയത്തിനകത്തും ചെറിയ ചില ഭാഗങ്ങളും ഒക്കെ അവശേഷിക്കുന്നുണ്ട്. വളരെ കൗതുകകരമായൊരു കാര്യമുണ്ട്. നമ്മൾ ഈ ദേവാലയത്തിനകത്ത് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അന്നത്തെ ആ ബൈസന്റൈൻ ദേവാലയത്തിൻ്റെ അൾത്താര ഇന്നത്തെ അൾത്താരയുടെ നേരെ എതിർവശത്താണ്. അതായത് അന്നത്തെ അൾത്താര കിഴക്കിന് അഭിമുഖമായിട്ടുള്ളതായിരുന്നു. എന്നാൽ പിന്നീട് ഇന്നത്തെ ഈ പുതിയ ദേവാലയം 1954-55 കാലഘട്ടത്തിൽ പണിയുമ്പോൾ അൾത്താര പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞാണ് പണിയുന്നത്. ദേവാലയങ്ങളുടെ അൾത്താരകളെല്ലാം കിഴക്കിന് അഭിമുഖമായിട്ടാണെന്ന് നമുക്കറിയാം. എന്നാൽ ഈ ദേവാലയത്തിൻ്റെ അൾത്താര പടിഞ്ഞാറിന് അഭിമുഖമായി നിർമ്മിക്കുന്നതിനൊരു കാര്യമേ ഉള്ളൂ. അന്ന് ഈശോ ഇവിടെ നിന്നുകൊണ്ട് ജെറുസലേം ദേവാലയത്തിലേക്ക് നോക്കിയപ്പോൾ എങ്ങനെയാണോ കണ്ടത്, നമ്മൾ ഇന്ന് അൾത്താരയെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് അന്ന് ജെറുസലേം ദേവാലയം നിന്നിരുന്ന ടെമ്പിൾ മൗണ്ടാണ്. ഈശോയുടെ ആ കണ്ണുകളിലൂടെ ജെറുസലേം ദേവാലയത്തെ കണ്ടതുപോലെ നമുക്കും ആ ദേവാലയത്തിന് അഭിമുഖമായൊരു കാഴ്ച കിട്ടുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ ഈ ഒരു അൾത്താര പടിഞ്ഞാറ് ദിശയ്ക്ക് അഭിമുഖമായിട്ട്, അല്ലെങ്കിൽ ടെമ്പിൾ മൗണ്ടിന് അഭിമുഖമായി അൾത്താര നിർമ്മിച്ചിരിക്കുന്നത്. അഞ്ചാം നൂറ്റാണ്ടിലാണ് ബൈസന്റൈൻ ദേവാലയം നിർമ്മിക്കപ്പെട്ടതെന്ന് പറഞ്ഞു. പിന്നീട് അത് പേർഷ്യൻ കാലഘട്ടത്തിലോ തുടർന്ന് വരുന്ന അറബ് കാലഘട്ടത്തിലോ ഒക്കെയായി ഈ ദേവാലയം നശിപ്പിക്കപ്പെടുകയും കുറേ കാലം ഈ പ്രദേശം വിസ്മരിക്കപ്പെടുകയും ചെയ്തു. വീണ്ടും കുരിശുയുദ്ധകാലത്ത് ഇവിടെ ഒരു ചെറിയ കപ്പേള പുനർനിർമ്മിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. എന്നാൽ തുടർന്ന് വന്ന ഇസ്ലാമിക അധിനിവേശത്തെ തുടർന്ന് അതും നശിപ്പിക്കപ്പെട്ടു പോകുന്നുണ്ട്. ഒട്ടോമൻ അറബ് കാലഘട്ടത്തിലുമൊക്കെ ഈ പ്രദേശത്ത് ഒരു ഇസ്ലാമിക ദേവാലയം നിർമ്മിക്കപ്പെടുന്നുണ്ട്. അതും കഴിഞ്ഞ് ഏകദേശം 19-ാം നൂറ്റാണ്ട് വരെയൊക്കെ ഈ പ്രദേശത്തിന് വലിയ പ്രാധാന്യമൊന്നും ലഭിക്കുന്നില്ല. ഇത് സ്വകാര്യ വ്യക്തികളുടെ കൈവശമാവുകയും ഇവിടെ ഒരു വീടുമൊക്കെ നിർമ്മിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ്
ഏകദേശം 1800കളുടെ അവസാനത്തോടുകൂടി ഇതിനോട് ചേർന്ന പ്രദേശമൊക്കെ ഫ്രാൻസിസ്കൻ മിഷണറിമാർ വാങ്ങുകയും ഇവിടെ ഒരു ദേവാലയം ഉണ്ടായിരുന്നെന്ന് തിരിച്ചറിഞ്ഞ് ഈ ഒരു സ്ഥലവും ഈ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് സ്വന്തമാക്കുകയും ചെയ്തു. അങ്ങനെയാണ് 1954-55 കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന ഡോമിനസ് ഫ്ലൈത്ത് എന്ന ഈ ഒരു ദേവാലയം ഇവിടെ നിർമ്മിക്കുകയും ചെയ്യുന്നത്. ഈ ദേവാലയത്തിനകത്ത് നിന്നുകൊണ്ട് അൾത്താരയുടെ പിറകിലുള്ള ആ ചില്ലിലൂടെ, ഇനി അതല്ല ദേവാലയത്തിന് പുറത്തിറങ്ങി നിന്നുകൊണ്ടാണെങ്കിലും ടെമ്പിൾ മൗണ്ടിലേക്ക് നോക്കുമ്പോൾ വളരെ സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന തീർത്ഥാടകരായാലും സഞ്ചാരികളായാലും ഒക്കെ ഈ ദേവാലയത്തിൻ്റെ പുറത്തു നിന്ന് ടെമ്പിൾ മൗണ്ട് പശ്ചാത്തലമായി വരുന്ന രീതിയിൽ ധാരാളം ചിത്രങ്ങളുമൊക്കെ എടുക്കാറുണ്ട്. ഈ ദേവാലയത്തിൻ്റെ തൊട്ട് താഴെയുള്ള പ്രദേശവുമൊക്കെ പഴയ കല്ലറകൾ നമുക്ക് കാണാം. ഒലിവുമലയുടെ താഴ്വാരത്ത് ഗത്സമൻ തോട്ടത്തിലുമൊക്കെ നമ്മൾ കണ്ടതുപോലെ ഈ ഒരു ദേവാലയത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിലുമൊക്കെ ഏതാനും ഒലിവുമരങ്ങളുമൊക്കെ വളർന്നു നിൽപ്പുണ്ട്. ഈ ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് യഹൂദരുടെ സിമിത്തേരിയോട് ചേർന്ന പ്രദേശത്തേക്കാണ്. ഇവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ യഹൂദരുടെ സിമിത്തേരി അവസാനിക്കുന്നിടത്ത് പ്രവാചകന്മാരുടെ ശവകുടീരം എന്നറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടുണ്ട്. അവിടെ നിന്ന് വീണ്ടും മുകളിലേക്ക് കയറുമ്പോൾ ഈ ഒലിവുമലയുടെ ഏറ്റവും മുകളിലായി നമ്മൾ അടുത്ത ദേവാലയത്തിലേക്ക് അടുത്ത എപ്പിസോഡിലൂടെ കടന്നു